ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് 23 നവംബർ 2024 നടന്ന LGS പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കണ്ണൂർ ഈ ജില്ലകളിലുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ചോദ്യങ്ങളും പിന്നെ അതിൻ്റെ ആൻസറും നമുക്ക് ഈ ഒരു വീഡിയോയിൽ റെഫർ ചെയ്യാം. ആദ്യത്തെ ചോദ്യം, പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഇത് ആരുടെ പ്രസ്താവനയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, വില്യം ബെൻഡിക്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത്? ഇവിടെ 3 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഉത്തരം വരുന്നത് ബി ആണ്. ഒന്ന് മാത്രം ശരി. അതായത് ഒന്നാമത്തെ പ്രസ്താവന, കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. ഇതാണ് ശരിയായ പ്രസ്താവന. അടുത്ത ചോദ്യം, ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ, അലിഗഡ് പ്രസ്ഥാനം. അടുത്ത ചോദ്യം, രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏവ? ഇവിടെ 4 പത്രത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് 3ഉം 4ഉമാണ് ശരി. അടുത്ത ചോദ്യം, രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരെ? ഓപ്ഷൻ എ ആണ് ഉത്തരം, ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം സി ആണ്, പാലക്കാട്. അടുത്ത ചോദ്യം, ഇ.വി. രാമസ്വാമി നായരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, വൈക്കം സത്യാഗ്രഹം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷക വംശം ഭരണം നടത്തിയിരുന്നത് ആര്? ഓപ്ഷൻ സി ആണ് ആൻസർ, കോലത്തുനാട്. അടുത്ത ചോദ്യം, ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി ആര്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ദിവ്യ ദേശ്മുഖ്. അടുത്ത ചോദ്യം, 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ, ഇറ്റലി. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏത്? ആൻസർ എ ആണ്, സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ആർട്ടിക്കിൾ 24. അടുത്ത ചോദ്യം, ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ, മൂന്നാമത്തതാണ് ശരിയായ ആൻസർ, സുപ്രീം കോടതിയും ഹൈക്കോടതിയും. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആര്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടുള്ളത്. അടുത്ത ചോദ്യം, 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഇവിടെ 4 പദ്ധതികൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ട് വരുന്നത് 1ഉം 3ഉമാണ്. അതായത് ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ ഏതല്ല? ഇവിടെ 3 മാർഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അതായത് 3 മാർഗങ്ങൾ ശരിയാണ്. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെപ്പറ്റി നിർദ്ദേശിച്ച ഡോക്ടർ CS കോത്താരി കമ്മീഷൻ്റെ ശുപാർശകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ഇവിടെ 4 ശുപാർശ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഉത്തരമായിട്ട് വരുന്നത് 2ഉം 4ഉമാണ്. അതായത് ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ, ഗഗയാൻ. അടുത്ത ചോദ്യം, 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ, ഓപ്പറേഷൻ സാഫേദ് സാഗർ. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആര്? ഓപ്ഷൻ എ ആണ് ആൻസർ, മനു ഭാക്കർ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, കൊൽക്കത്ത. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം സി ആണ്, കാരക്കോറം.
അടുത്ത ചോദ്യം, ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, ഇരുമ്പ്. അടുത്ത ചോദ്യം, ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, ഗോദാവരി. അടുത്ത ചോദ്യം, പാമ്പാടും ചോലയും നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷമേത്? ഓപ്ഷൻ എ ആണ് ആൻസർ, 2003. അടുത്ത ചോദ്യം, ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യയ്ക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. അടുത്ത ചോദ്യം, ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഇന്ദിരാഗാന്ധി. അടുത്ത ചോദ്യം, 53ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഓപ്ഷൻ ബി ആണ് മമ്മൂട്ടി. അടുത്ത ചോദ്യം, 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ എവിടെയുള്ളതാണ്? ഓപ്ഷൻ ബി ഓസ്ട്രേലിയ. അടുത്ത ചോദ്യം, കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, പത്തനംതിട്ട. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ, 2018. അടുത്ത ചോദ്യം, റാം സിയു ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രങ്ങളല്ലാത്തത് ആര്? ഓപ്ഷൻ സി ആണ് ആൻസർ, സുമതി. അടുത്ത ചോദ്യം, ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, 30%. അടുത്ത ചോദ്യം, കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, വയനാട്. അടുത്ത ചോദ്യം, പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ആലപ്പുഴ. അടുത്ത ചോദ്യം, എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ശാസ്താംകോട്ട. അടുത്ത ചോദ്യം, താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെയും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കുക. ഇതിൽ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, എല്ലാം ശരിയാണ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഇവിടെ 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ സി ആണ് ആൻസർ, 1ഉം 3ഉം. അതായത് സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. മൂന്നാമത്തത് ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്ന സഭ. ഇത് 3ഉം ബന്ധമില്ലാത്തതാണ്. അടുത്ത ചോദ്യം, സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ, 3 മാത്രം. അതായത് ഉൽപ്പാദനത്തിലും വരുമാനത്തിലുമുള്ള വർധനവ്. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. ഇവിടെ രചയിതാക്കളുടെയും പിന്നെ അതിൻ്റെ കൃതികളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ചേരുംപടി ചേർക്കേണ്ടത്. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം, 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? ഓപ്ഷൻ ബി ആണ് ആൻസർ, തെക്കേ അമേരിക്ക. അടുത്ത ചോദ്യം, മണ്ണും വെള്ളവും ജീവൻ്റെ ഉറവിടം എന്നതാണ് 2023 ലോക ഡാഷ് ദിനം സന്ദേശം. ഓപ്ഷൻ സി ആണ് മണ്ണ് ദിനം. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിൻ്റെ ജന്മദേശം. ഓപ്ഷൻ ഡി ആണ് ആൻസർ, പോർച്ചുഗൽ. അടുത്ത ചോദ്യം, 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, ക്ലോഡിയ ഗോൾഡിൻ. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ, 1ഉം 2ഉം പ്രസ്താവനകളാണ് ശരിയായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ആണ് ആൻസർ, വിറ്റാമിൻ എ. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, നാളികേരം. അടുത്ത ചോദ്യം, ദേശീയ വനനയം നിലവിൽ വന്ന വർഷം ഏത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, 1988. അടുത്ത ചോദ്യം, റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ, IUCN. അടുത്ത ചോദ്യം, നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഭക്ഷ്യവസ്തു ആണല്ലോ കറിയുപ്പ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് കറിയുപ്പിൻ്റെ രാസനാമം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് ആൻസർ, സോഡിയം ക്ലോറൈഡ്.
അടുത്ത ചോദ്യം, പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ്ജ രൂപം ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, രാസോർജം. അടുത്ത ചോദ്യം, മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധി എത്രയാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, 20 ഹെർട്സിനും 20,000 ഹെർട്സിൻ്റെയും ഇടയിലാണ്. അടുത്ത ചോദ്യം, ഇവിടെ ഒരു 4 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. 1. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ്. 2. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. 3. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. 4. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതുതായി നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നില്ല. ആറ്റത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ് ഇവിടെ ചുവടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. ഈ നൽകിയിരിക്കുന്ന 4 പ്രസ്താവനയും ശരിയായിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, ഇവിടെ ഒരു 3 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. 1. എല്ലാ ധാതുക്കളും അയിരാണ്. 2. എല്ലാ അയിരും ധാതുക്കളാണ്. 3. അയിരും ധാതുവും തമ്മിൽ ബന്ധമില്ല. ഓപ്ഷൻ ബി വരുന്നത് 2 മാത്രം തെറ്റാണ് എന്നതാണ് ഉത്തരം. ഇതിൽ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. അടുത്ത ചോദ്യം, 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ചാ പ്രതിരോധം. അടുത്ത ചോദ്യം, 2023 രസതന്ത്ര നോബൽ സമ്മാനം എത്ര പേർക്ക് ലഭിച്ചു? ഓപ്ഷൻ ബി ആണ് ആൻസർ, 3 പേർക്ക്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, കരൾ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, മലമ്പനി. അടുത്ത ചോദ്യം, മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ, EEG. അടുത്ത ചോദ്യം, ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര്? ഓപ്ഷൻ സി ആണ് ആൻസർ, അമൃതം. അടുത്ത ചോദ്യം, ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലം ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, പ്ലൂറ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതല്ല? ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. പ്രസ്താവന 2ഉം 4ഉമാണ് ശരിയായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് എവിടെയാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, നിലമ്പൂർ. അടുത്ത ചോദ്യം, ഏത് രോഗത്തിൻ്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഓപ്ഷൻ എ ആണ് ആൻസർ, എംപോക്സ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ആസാം. അടുത്ത ചോദ്യം, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ, നാഗാലാൻഡ്. ഇവിടെ റെഫർ ചെയ്ത ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. താങ്ക് യു.